ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ 1 ഇയർ ബേബിന്റെ സൈസിൽ ഡീറ്റെയിൽ ആയിട്ട് സ്ലീവ് പാറ്റേൺ എങ്ങനെ റെഡിയാക്കാം, ആ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ബോൾ സ്ലീവ്, ബലൂൺ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായത്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റിലൂടെ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാനും മറക്കല്ല കേട്ടോ. അപ്പം നമ്മൾ ബോഡി പാർട്ടും ലൈനിങ്ങും എല്ലാം കട്ട് ചെയ്തതിന് ശേഷം സ്ലീവിന്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായത്. അപ്പം ബാക്കി വന്ന ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് പാറ്റേൺ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിക്ക് 2 പീസ് ഇതുപോലെ എടുക്കണം. 2 സ്ലീവിന് വേണ്ടിക്കല്ലേ നമ്മൾ 2 പീസ് എടുക്കുന്നുണ്ടായത്. അപ്പം അത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ടായിന്. അപ്പം നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് കൂടി കറക്റ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ 4 ഫോൾഡ് ആയിട്ട് നമുക്ക് വരും. നമ്മൾ ആം ഹോളിന്റെ ലെങ്ത് വന്നിട്ടുണ്ടായത്, അതായത് ആം ഹോളിന്റെ റൗണ്ട് ഒരു സൈഡിൽ 5 ഇഞ്ച്. ഈ ഭാഗം ഫോൾഡ് ചെയ്ത ഭാഗമാണ് ഈ ഒരു ഭാഗം വരുന്നത്. ഇപ്പം നമ്മുടെ ഓപ്പൺ ഏരിയ ആണ് ഇത് വരുന്നത്. നമ്മൾ എയറോ മാർക്ക് ഇട്ട് കൊടുക്കാം. ഓപ്പൺ ഏരിയ ആണ് ഇത് ഫോൾഡ്. ആം ഹോളിന്റെ ലെങ്ത് വന്നിട്ടുണ്ടായത് 5 ഇഞ്ച്. അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറക്കുക. അപ്പം 4 ഇഞ്ച് ഈ ഒരു ഫോൾഡ് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. 4 ഇഞ്ച് കറക്റ്റ് ഇതേപോലെ മാർക്ക് ചെയ്യുക. ഓക്കെ, കുറച്ച് ഡാർക്ക്നെസ് കൂട്ടിയിട്ട് വരക്കാം, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ സ്ലീവിന്റെ ലെങ്ത് 4 ഇഞ്ചാണ് സ്ലീവിന്റെ ലെങ്ത് എടുക്കുന്നുണ്ടായത്. 1 ഇഞ്ച് ആഡ് ചെയ്യുക. ഈസിന് വേണ്ടി 1 ഇഞ്ച്. ആം ഹോള് ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ് ആയിട്ട് 1/2 ഇഞ്ച് പോകും, ഇപ്പുറത്തുനിന്നും 1/2 ഇഞ്ച് പോകും ഫോൾഡ് ചെയ്യുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് അധികം ആഡ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ 5 ഇഞ്ച് ഇതേപോലെ ലെങ്ത്, സ്ലീവിന്റെ ലെങ്ത് മാർക്ക് ചെയ്യുക. അതും ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. നമ്മൾ ആം ഹോൾ കിട്ടിയിട്ടുണ്ടായത് 5 ഇഞ്ച്. ആ 5 ഇഞ്ച് ഈ ഒരു ലൈനിലേക്ക്, ഈ ഒരു എഡ്ജിലെ ഈ ഒരു കോർണറിന് ഈ ഒരു കോർണറിലേക്ക് നമ്മൾ ടാപ്പ് വെച്ചതിന് ശേഷം 5 ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് അവിടെ കറക്റ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ കോർണറിന് ഈ ഒരു 5 ഇഞ്ചിലേക്ക് ജസ്റ്റ് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അത് നമുക്കൊന്ന് കുറച്ച് ഡാർക്ക്നെസ് കൂട്ടുക. ഓക്കെ, എന്നിട്ടാകുമ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് നമ്മൾ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യുക. സെൻറ്റർ 2.5 ഇഞ്ചാണ് സെൻറ്റർ കിട്ടുന്നത്. 1/4 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് ഒരു മാർക്ക് കൊടുക്കുക. 1/4 ഇഞ്ച് ഇട്ടാ. എന്നിട്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്കിത് ഷേപ്പിംഗ് ചെയ്യാനുണ്ട്. അതിന് മുന്നേ ഈ ഒരു കോർണറിന് നമ്മൾ 3/4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പൊ ഈ ഒരു പോയിന്റും ഇതൊന്നും തമ്മിൽ നമ്മൾ ഈ ഒരു കർവ്, ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ 3/4 ഇഞ്ച് ഇവിടെ പോയിന്റ് എടുത്തിട്ടുണ്ടല്ലേ, അത് സ്ട്രൈറ്റ് ആയിട്ട് വരക്കുക. അവിടെ നിന്ന് ഇവിടത്തേക്ക് ഒരു കർവ് വെച്ചെടുക്കുക. ഇതേപോലെ ഒന്ന് കർവ് വരച്ചെടുക്കുക. അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഷേപ്പിൽ കിട്ടും. അവിടെ നിന്ന് ഇവിടത്തേക്ക് ഒരു 1/4 ഇഞ്ച് കർവ് പോലെ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇത് പാറ്റേൺ പേപ്പറിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പക്ഷെ ഞാനിത് കട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു രീതിക്കാണ് സ്ലീവിന്റെ 2 ടൈപ്പ് ചോക്ക് ഉണ്ടെങ്കിൽ അതും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവട്ടെ. എങ്കിലും കുഴപ്പമില്ല, എന്നാലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓപ്പൺ വന്നിട്ടുണ്ടായത്, ഇത് സ്ലീവിന്റെ ഓപ്പൺ വരുന്ന ഭാഗമാണ് കേട്ടോ. സ്ലീവിന്റെ ഓപ്പൺ വന്നിട്ടുണ്ടായത് 7 ഇഞ്ച്. അതിന്റെ ഹാഫ് 3.5. ആ 3.5 ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അത് ഇവിടത്തേക്ക് ഈ 3.5ന്റെ ഈ ഒരു പോയിന്റും നമ്മൾ 5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിട്ടില്ലേ, ഇവിടുന്ന് കോർണർ ആയിട്ടില്ലേ, അവിടത്തേക്ക് ഒരു സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇവിടുന്ന് ഒരു ഷേപ്പിംഗ് കൊടുക്കുക. ജസ്റ്റ് ഒരു ഷേപ്പിംഗ് കൊടുക്കുക. അപ്പോൾ സ്ലീവ് പാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് അലവൻസിനായിട്ട് 1 ഇഞ്ച് ഈസ് ആഡ് കൊടുക്കുക. 1 ഇഞ്ച്. അതേപോലെ തന്നെ ഇവിടെ 1 ഇഞ്ച് കൊടുത്തതിന് ശേഷം സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുക. ഒന്നുകൂടി ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഈ ഒരു സൈഡ് വരുന്നത് ഓപ്പൺ സൈഡ്, ഇത് നമ്മൾ ഷേപ്പ് ചെയ്യുന്ന ഭാഗം, ഇതാണ് ആം ഹോളിന്റെ ഭാഗം വരുന്നത്. അപ്പൊ നമ്മളത് കട്ട് ചെയ്തിട്ട് മാറ്റും. ആ 1 ഇഞ്ച് 3/4 നമ്മൾ മാർക്ക് ചെയ്തിട്ടായിട്ടില്ലേ, അത് കട്ട് ചെയ്യേണ്ട ആവശ്യമാണ്. ക്ലോത്ത് പരിമിതി മൂലം നമ്മൾ അവിടെ ഷേപ്പ് ചെയ്തിട്ട് മാറ്റിയത്. അപ്പോൾ സ്ലീവ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ നമ്മളൊന്ന് ഒരു കട്ട് കൊടുക്കുക. അതുപോലെ ഈ ഒരു ഷേപ്പിന്റെ അടുത്ത് ഒരു കട്ട് ഇട്ട് കൊടുക്കുക. സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്ലീവ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ബലൂൺ സ്ലീവിന് കട്ട് ചെയ്യാന്ന്. ഓക്കെ, ഈ ഒരു നെക്ക് പീസ് 4 ഫോൾഡ് ആയിട്ട് എടുത്തിട്ടുണ്ടായി. 1, 2,
4 അങ്ങനെ 4 ഫോൾഡായിട്ട് ഈ ഒരു നെറ്റ് പീസ് എടുത്തിട്ടുണ്ടായിന്. ഈ ഫോൾഡഡ് ഭാഗത്തും ഈ സ്ലീവിന്റെ ഈ ഒരു ഫോൾഡഡ് ഭാഗവും ഇങ്ങോട്ടേക്ക് വെക്കുക. കറക്റ്റ് ഫോൾഡ് കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വെക്കുക. ഇത് സ്ട്രൈറ്റ് കറക്റ്റ് ആയിട്ട് ഇത് വെക്കുക. നിങ്ങൾക്ക് എത്രയാണോ ക്ലോത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഇപ്പൊ ഞാനിപ്പം എടുത്തിട്ടുണ്ടായത് ലെങ്ത് 12.5, നമ്മൾ 12 ഇഞ്ച് കറക്റ്റ് ആയിട്ട് എടുക്കുക. നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെന്റ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 12 ഇഞ്ച് ഇതുപോലെ എടുക്കുക. സ്ലീവിന്റെ ലെങ്ത് 5 ഇഞ്ചാണ്, അത് ഇതേപോലെ 5 ഇഞ്ച് ഇതേപോലെ നമ്മൾ കറക്റ്റ് ഒരു 5 ഇഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഇതിലെ കൂടെ അല്ല കട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഇവിടുന്ന് നമ്മൾ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുക. മുകളിലേക്ക് 3 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുക. ഈ ഒരു സ്ലീവ് കറക്റ്റ് ഇതേപോലെ നമുക്ക് മാർക്ക് ചെയ്യുക. സ്ലീവ് കറക്റ്റ് ഇതേപോലെ മാർക്ക് ചെയ്യുക. ഷേപ്പിംഗ് ഭാഗം ആംഹോളിന്റെ ഭാഗം ഇതേപോലെ കറക്റ്റ് മാർക്ക് ചെയ്ത ശേഷം ഈ ഒരു 3 ഇഞ്ചിലേക്ക് ഈ ഒരു മാർക്കിങ് ജോയിൻ ചെയ്യുക. അത് ഇതുപോലെ കറക്റ്റ് ഇതുപോലെ ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് തന്നെ ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ ഇത് വരച്ചാൽ മതി കേട്ടോ. ഇവിടേക്ക് കറക്റ്റ് ആയിട്ട് എടുക്കുക. എന്നിട്ടാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് പറ്റുക. ഇത് എടുത്തിട്ട് വേണം മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു രീതിയിലാണ്. കുറച്ചും കൂടി ഞാൻ ഷാർപ്പ് കൂട്ടാം. എന്താ പറയുക, ചോക്കിന്റെ ഇതേപോലെ കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് സിമ്പിൾ സംഭവമാണ്, പക്ഷെ ഇതിന്റെ റിസൾട്ട് ഭയങ്കര സംഭവമാണ്. അടിപൊളിയായിട്ട് ഇതിന്റെ റിസൾട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോൾ വരും. സ്ലീവിന്റെ ലൈനിങ് പോർഷൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടായി. മെയിൻ ക്ലോത്ത് അതും ഇതുപോലെ തന്നെ സെയിം, അതായത് ഈ ഒരു നെറ്റിന്റെ മെഷർമെന്റ് നമ്മൾ എങ്ങനെയാണ് എടുത്തിട്ടുണ്ടായത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുക. അതും ഇതുപോലെ തന്നെ 2 ഫോൾഡ്, അതായത് 4 പീസ് ആയിട്ട് വരും കേട്ടോ, 2 സ്ലീവിനും കൂടിയിട്ട്. അതുപോലെ തന്നെ ഫോൾഡഡ് ഭാഗം ഇതും ഫോൾഡ്, അത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെക്കുക. കറക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഈ ഒരു മെഷർമെന്റിൽ തന്നെ കറക്റ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക. അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നില്ല, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഇടാം. ഞാൻ വേറെ രീതിക്കെല്ലാം ഇതിന്റെ വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം. കറക്റ്റ് മെഷർമെന്റ് വെച്ചിട്ട് ഈ ഒരു സ്ലീവ് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റുക. സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ടായി. ഇതെന്തിനാ വെച്ചെന്ന് വെച്ചാൽ കോട്ടൺ ലൈനിങ് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിഫ് നെറ്റ് ഇല്ലേ അത് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ കുട്ടിക്ക് അത്ര വല്ല പഫ്നെസ് വേണ്ടാത്തത് കൊണ്ടാണ് നമ്മൾ കുറച്ചധികം മെറ്റീരിയൽ ഇതിന്റെ കൂടെ യൂസ് ചെയ്യാത്തത് കേട്ടോ. സെയിം കോട്ടൺ ലൈനിങ് സെയിം ഇതുപോലെ തന്നെ എടുക്കുക, ക്രൈപ്പ് ലൈനിങ്ങും അതേപോലെ തന്നെ സെയിം ആയിട്ട് എടുക്കുക. പക്ഷെ നമ്മൾ ഈ ഒരു പാറ്റേൺ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ലേ സ്ലീവ്, അത് കറക്റ്റ് ആയിട്ട് എന്തായാലും വേണം. അത് വെച്ചിട്ടാണ് നമുക്ക് ലൈനിങ് തിരിച്ചിട്ട് ഇടാനുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എന്തായാലും ആഡ് ചെയ്യട്ടോ. അപ്പോൾ പാറ്റേൺ ഇതുപോലെയാണ് വരുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും അത് കറക്റ്റ് ആവുമെന്ന്, പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഈ സൈഡിലും പ്ലേറ്റിടും, ഇവിടെയും പ്ലേറ്റിടും. അത് പ്ലേറ്റിട്ടതിന് ശേഷം ഈ ഒരു മെഷർമെന്റിലെ സ്ലീവില്ലേ കറക്റ്റ്, അതാണ് ഇതിൻ്റെ കൂടെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് സ്ലീവ് ഫ്രോക്കിന് കിട്ടുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, അസ്സലാമു അലൈക്കും.